പണ്ടൊക്കെ ആയിരുന്നെങ്കിലേ ഈ കപ്പ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കപ്പയും ഇറച്ചിയൊക്കെയാണ് ഓർമ്മ വരാറില്ലേ, അതല്ലെങ്കിൽ കപ്പ പുഴുക്കി. ഇതിൽ കൂടുതലും നമ്മളന്ന് അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. കപ്പ കൊണ്ട് പല വെറൈറ്റി ഐറ്റംസ് നമ്മളിവിടെ ചെയ്തെടുക്കാറുണ്ട്. ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു ഐറ്റം തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുതിയൊരു വിഭവം തന്നെയാണ് ഇന്ന് നമ്മൾ കപ്പ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കപ്പയൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1/2 കിലോ കപ്പയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ കപ്പ വേവിക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വിസിൽ വരിപ്പിക്കാം കേട്ടോ. ഓരോ കപ്പക്കും ഓരോ വേവായിരിക്കും. നല്ല പൊടിയുള്ളതും പൊടിയില്ലാത്ത ടൈപ്പൊക്കെ കപ്പയുണ്ടാവും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു വിഭവത്തിന് നമ്മൾ എപ്പോഴും അധികം പൊടിയില്ലാത്ത ടൈപ്പ് കപ്പ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കിത് നന്നായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. വേവിച്ച കപ്പയിലെ വെള്ളം നല്ല പോലെ തന്നെ നിങ്ങൾ കളഞ്ഞെടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് ബാക്കി നമ്മൾ ചെയ്തെടുക്കുന്നത്. വേവിച്ചതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ അകത്ത് നാരുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മാറ്റിയെടുക്കണം. അത് ഇല്ലാതാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് പൊട്ടി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടാവും. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മളിതൊന്ന് ഇതുപോലെ അങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കുക. നല്ല പോലെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 80 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ആ ചൂടിൽ തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നാലാണ് നമുക്കതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കിട്ടാൻ വളരെ ഈസി ആയിട്ട് പറ്റുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ആ ചൂടിൽ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് ഞാനത് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്നുകൂടെ നമ്മളതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനിയും ഇതിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് ചൂടാറി വരുന്ന സമയത്തെ ഒന്നൊന്ന് കട്ടിയായി വരും. അപ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് നമുക്കിത് ഉരുട്ടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. മറ്റേത് ഭയങ്കര ലൂസാകുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കുറച്ച് കയ്യിലൊന്ന് എണ്ണ തടവിട്ടാണ് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നത്. പിന്നെ ഞാൻ പ്രത്യേകം പറയുകയാണ്, നല്ല പൊടിയുള്ള കപ്പയാണെങ്കിൽ എനിക്കിത് ഉരുട്ടിയെടുക്കാനും അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അങ്ങനെ നിങ്ങളുടെ കപ്പ നല്ല പൊടിയുള്ള കപ്പയാണെങ്കിൽ ഇതിലേക്ക് എനിക്കൊരു 1/4 കപ്പ് മുതൽച്ച് അതിനനുസരിച്ച് നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നാലേ നമുക്കത് കറക്റ്റ് പരുവത്തിൽ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ കപ്പ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ നമ്മുടെ പിസ്സയുടെ ചീസ് ഉണ്ടല്ലോ അതാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. മൊസറല്ല കേട്ടോ. അത് വെച്ചതിന് ശേഷം ഇതുപോലെ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനൊരു കോട്ടിങ് വേണം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. ഞാനിവിടെ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു മുട്ടയിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയിട്ട് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ മുട്ട മുക്കി ആ കൈ വെച്ചിട്ട് തന്നെ ബ്രെഡ് ക്രംസിലേക്ക് ഇടരുത്. കാരണം ആ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അത് പിന്നെ അങ്ങ് കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഉണങ്ങിയ കൈ വെച്ചിട്ട് വേണം നമ്മൾ ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. ഇത് തിരിച്ചിടുമ്പോഴും മറിച്ചിടുമ്പോൾ നല്ല സൂക്ഷിച്ച് തന്നെ നമ്മൾ ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ പൊട്ടിപ്പോകാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണിത്. ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന ഒന്നുകൂടെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പയാണെങ്കിൽ അതിലേക്ക് നിങ്ങൾ കുറച്ച് അരിപ്പൊടി ചേർക്കേണ്ടി വരും കേട്ടോ. അതല്ലെങ്കിൽ നല്ല പോലെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ കുറച്ചൊരു കട്ടിക്കുള്ള കപ്പയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാണ്ട് തന്നെ ഇതുപോലെ അങ്ങ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. നമ്മൾ കപ്പ വെച്ചിട്ട് ഇതുവരെ ആരും പരീക്ഷിച്ച് നോക്കാത്ത ഒരു ഐറ്റം തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.